എന്താണ് ഇങ്ങനെ ഈ ചെണ്ട പഠിക്കണമെന്ന് തോന്നാൻ, അല്ലെങ്കിൽ ഈ ഒരു വാദ്യോപകരണത്തോട് ഇങ്ങനെ ഒരു ഇഷ്ടം വരാൻ എന്തായിരുന്നു കാരണം? അതൊരു ഇപ്പോൾ അത് പറയാൻ പാടില്ലെങ്കിൽ ജന്മന ഒരു മാരാര് കുടുംബത്തിലാണ് ജനിച്ചത്. കേരളത്തിലെ മാരാര് പഴയ സമ്പ്രദായം അനുസരിച്ച് മാരാർക്ക് ചെണ്ട കൊട്ടാണ് വിധി ഉണ്ട്. അപ്പോൾ ഞങ്ങളവിടെ ക്ഷേത്രങ്ങൾ, എല്ലാ ക്ഷേത്രങ്ങളിലും അവിടുത്തെ സ്ഥിരം വാദ്യക്കാരായിട്ട് നിൽക്കുന്നത് ഈ മാരാർ ഫാമിലിയിലാണ്. ഇപ്പോൾ അതിലൊക്കെ പല മാറ്റങ്ങളും വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു കുടുംബത്തിലാണ് ജനിച്ചത്. കേട്ടാണ് വളരുന്നത് തന്നെ അല്ലേ, ജനിച്ചത് തന്നെ കേൾക്കുന്നതേ ചെണ്ട ശബ്ദം. ഇങ്ങനൊരു വ്യതിയാനങ്ങൾ വരുത്തണം, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ മാറ്റങ്ങൾ ഉണ്ടാക്കണം എന്നൊക്കെ ഒരു തോന്നൽ ആര് പറഞ്ഞു തന്നെ, അല്ലെങ്കിൽ സംഘടന തന്നെ? അതാരും പറഞ്ഞു തന്നിട്ടില്ല. അതൊരു ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് എന്നിൽ വന്നു ചേർന്നൊരു കാര്യം. ആദ്യം കുട്ടി 8ാമത്തെ വയസ്സിൽ എൻ്റെ തായമ്പക അരങ്ങേറ്റം കഴിഞ്ഞതാണ്. ശരി. അപ്പോൾ ഒരു 5 വയസ്സ് മുതലേ ഞാൻ പഠിച്ചു തുടങ്ങിയിട്ടുണ്ടാവും. അച്ഛനാണ് ആദ്യത്തെ ഗുരു. അപ്പോൾ ഈ ചെണ്ട എന്ത് ചെയ്യും, താഴെ വെച്ചിട്ട് കൂട്ടി പഠിക്കണം? അല്ല, ചെണ്ട കൊട്ടി പഠിക്കുന്നത് ആദ്യം കരിങ്കല്ലിൽ, ഈ പുളിമുട്ടി എന്നാണ് അതിൻ്റെ പേര്, അത് വെച്ചിട്ട് കൊട്ടിയിട്ടാണ് ആദ്യം ശീലിക്കുന്നത്. പിന്നെ ഈ ചെണ്ടയ്ക്ക് 2 ഭാഗങ്ങൾ, സാധാരണ ഇപ്പോൾ നമ്മളെല്ലാവരും കേൾക്കുന്ന ശബ്ദം കേൾക്കുന്ന ആ ഭാഗത്തിന് ഇടന്തലാന്നും മറ്റതിന് വലന്തല എന്നാണ് പേര്. ഈ കല്ലിൽ കുറച്ച് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ചെണ്ടയുടെ വലന്തല മേലാണ് അതെ കൊട്ടിപ്പടിക്കുന്നത്. അതെന്താ കാരണം വെച്ചാൽ വലന്തലയുടെ തോല് അത് അധികം ടെമ്പർ ഇല്ലാത്തതായിരിക്കും, വലിച്ചു മുറുക്കില്ല. ആ തോലിൽ കൈ മറിഞ്ഞ് കിട്ടണമെങ്കിൽ നല്ല പാടാണ്. അതിൽ കൃത്യമായിട്ട് പ്രാക്ടീസ് വന്നു കഴിഞ്ഞാൽ ഇടന്തലയിൽ കൊട്ടുമ്പോൾ നമ്മൾ ഇതിൽ 1 ചെയ്യാൻ പറ്റുക, അതിൽ 2 ചെയ്യാം. അംബാസഡർ ഓടിച്ച് പഠിച്ചാൽ ബാക്കി ഏത് കാറും ഈസി ആയിട്ട് ഓടിക്കാമെന്ന് പറയുന്ന പോലെ, പവർ സ്റ്റിയറിംഗും കൂടെയൊക്കെ അതെ എന്നുപോലെയാണ്. പിന്നെ ഞാൻ ചോദിച്ചത് സെക്രട്ടറി, 5 വയസ്സിലൊക്കെ ഇത്രയും വലിയ വാദ്യോപകരണം എങ്ങനെ ഹാൻഡിൽ ചെയ്യും? അത് പൊക്കാനൊക്കെ പറ്റുമോ? ഇല്ല, അന്ന് താഴെ വെച്ചിട്ട് നിലത്ത് വെച്ചിട്ടാണ്, ഇല്ലെങ്കിൽ വല്ല സ്റ്റൂളിലോ മറ്റോ വെച്ചിട്ട് അങ്ങനെയാണ് കൊട്ടിയിരുന്നത്. പിന്നെ നമുക്ക് സത്യത്തിൽ ഈ അരങ്ങേറ്റം കഴിഞ്ഞ സമയത്തും ഞാൻ ഈ ചെണ്ടക്കാരനാവണമെന്നോ അങ്ങനെ ഒരു പ്രതീക്ഷയൊന്നുമില്ല, അങ്ങനെ ഒരു മോഹവും ഉണ്ടായിരുന്നില്ല. പക്ഷെ എൻ്റെ മോഹം കണ്ടറിഞ്ഞത് അച്ഛനാണ്. ഒരു 5 വയസ്സ്, ഒരു 6 വയസ്സായി കഴിഞ്ഞാൽ ഈ അമ്പല ജോലി പറഞ്ഞാൽ ആ സമയത്ത് തന്നെ അമ്പലത്തിൽ കുറേശ്ശെ അമ്മ എടുത്തിട്ട് പോലും കൊണ്ടാക്കും അമ്പലത്തിൽ. കാരണം മാരാരായ ഒരാളവിടെ ഇരുന്നിട്ട് അത് ചെയ്താൽ മതി എന്നാണ്. അപ്പോൾ തന്നെ എല്ലാം വന്നു ചേരുന്നതാണ് ഒരു വിശ്വാസം. അപ്പോഴച്ഛനാണ് എൻ്റെ ഒരു ലൈൻ അതാണെന്ന് അച്ഛൻ മനസ്സിലാക്കിയിട്ടാണ്. അപ്പോൾ എന്നോട് ചോദിക്കുകയും ചെയ്തു, 12 വയസ്സായപ്പോൾ ഇങ്ങനെ സ്ഥാപനത്തിൽ കൊണ്ടുപോയി ചേർത്തതാണ്. അതെവിടെയായിരുന്നു? അത് പാലക്കാട് ജില്ലയിൽ പേരൂർ ഗാന്ധി സേവാ സദനം.